നിങ്ങൾ ഈ കാണുന്ന പ്ലാന്റ് ഇത് ഡേ ലില്ലി എന്നാണ് പറയണത്. അപ്പോൾ ലില്ലി പ്ലാന്റ് അല്ല, ഇത് ഹെമറോക്കാലിസ് എന്ന ഫാമിലിപ്പെട്ടതാണ് ഈ ഡേ ലില്ലി എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്ലവേഴ്സ് ട്രംപറ്റ് ഷേപ്ഡ് ആണ്. മിക്ക ഫ്ലവറിലും 6 പെറ്റലുണ്ടാവും. പിന്നെ വൺ ഡേ ബ്ലൂം ആണെന്നാണ് പറയണത്. ഒരു ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കൊഞ്ഞൊക്കെയാണ് പറയണത്. പക്ഷെ ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല, അറിയാവുന്നവർ പറയാം. പിന്നെ ഇത് ഏഷ്യയിലാണ് ഇതിൻ്റെ ഒറിജിൻ. പിന്നെ ഇതിനെപ്പറ്റി പറയാനുള്ളത് പറഞ്ഞാൽ ഇത് ഹൈലി ടോക്സിക് ടു പൂച്ചകൾക്കൊക്കെ ടോക്സിക് ആണ്. പിന്നെ ഡ്രോട്ട് ടോളറൻ്റ് ആണ്. പിന്നെ പെരിനിയലാണ്. അതാണ് പിന്നെ ഇതിൻ്റെ വേറൊരു ഫീച്ചർ പറയാനുള്ളത്. പിന്നെ ഇറോഷൻ കൺട്രോളിന് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വീറ്റ് കൺട്രോൾ, പിന്നെന്താണ് പോളിനേറ്റർ, പിന്നെ ഗ്രൗണ്ട് കവർ, വീറ്റ് സപ്രഷൻ, ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ട് ഉപയോഗം. പിന്നെ പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറഞ്ഞാൽ ചൈനീസ് ക്വിസൈനിൽ ഇത് ഫുഡായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഓൾ പാർട്സ് ആർ എഡിബിൾ ആണ്. അപ്പോൾ ഇത് കുക്കിംഗ് പർപ്പസിന് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് മറ്റേ ലില്ലിയായിട്ട് കൺഫ്യൂസ് ചെയ്യരുത്, അത് ഇത്തിരി പോയ്സണസ് ആണ്. ഈ ഡേ ലില്ലിയാണ് എഡിബിളും. ഇപ്പം ഇതിൻ്റെ ഈ ഫ്ലവേഴ്സ്, ബഡ്സ്, പിന്നെ ഇതിൻ്റെ കിഴങ്ങ്, മണ്ണിൻ്റെ അടിയിലെ കിഴങ്ങ്, അതൊരു 4 പോലത്തെ പൊട്ടറ്റോ പോലെ ഇരിക്കുന്നു. ഇതെല്ലാം സ്റ്റിർ ഫ്രൈ ചെയ്യുക, സോട്ട് ചെയ്യുക, പിന്നെ റോ ആയിട്ടൊക്കെ എടുത്ത് കഴിക്കുക ചെയ്യാം. പിന്നെ വീഡിയോസൊക്കെ ഒത്തിരി പേര് ചെയ്തിട്ടുണ്ട് ഇത് ഫുഡായിട്ട് എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളത്. എല്ലാവരും സോസും സിറപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് എക്സ്പെർട്ടിൻ്റെ സഹായം വേണ്ടി വരും. ഇത് ഡേ ലില്ലി സ്പീഷീസ് ആണ് അതിൻ്റെ ഫേമ. അതിന് ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ ഈ പൂവുണ്ടാണ് ബെഡിൽ ലീവ്സ് ഉണ്ടാവില്ല ഡേ ലില്ലി ആണെങ്കിൽ, അതാണ് ഒരു ടിപ്പ്. അപ്പോൾ ശരിക്കറിയാവുന്നവരടുത്ത് കൺസൾട്ട് ചെയ്ത് അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും. പിന്നെ ഡിയർ ഫുഡാണ് ഏറ്റവും. പിന്നെ വേറൊരു ഈസി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡിയർ ഒന്ന് കഴിക്കണ്ടെന്ന് ശ്രദ്ധിച്ചാലും മതി. അപ്പോൾ അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. പിന്നെ ഒരു 4 മണിക്കൂറിന് മേലെ സൺലൈറ്റ് കിട്ടണം, എന്നാലേ നമ്മളുടെ ബ്ലൂ ഒന്നേ ഉള്ളൂ, വെറുതെ പൂവുണ്ടാവുള്ളൂ. പിന്നെ ഇടയ്ക്ക് നനച്ചു കൊടുക്കണം. പാർഷ്യൽ ഷെയ്ഡ് ടു സൺലൈറ്റ്, ഫുൾ സൺലൈറ്റ് വേണമെന്ന് പറയുന്നില്ല, എന്നാലും 4 മണിക്കൂർ സൺലൈറ്റ് കിട്ടണമെന്നാണ് പറയുന്നത്. പിന്നെ നനച്ചു കൊടുക്കണം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും 1 ഇഞ്ച് കണക്കിൽ നനക്കണമെന്നാണ് പറയുന്നത്. 1 ഇഞ്ച് വാട്ടറിങ് 1 ടൈം പെർ വീക്ക് എന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ നെറ്റിൽ നോക്കിയപ്പോഴത്തേക്കും അത് മോർ ദാൻ 1000 വെറൈറ്റീസ് ഉണ്ട് ഡെയിലിയിൽ. മറ്റേ 28 കളർ തൊട്ട് പല പാറ്റേൺസിലും അവൈലബിൾ ആണ്. ഇപ്പോൾ ഇത് ചൈനീസ് ഫുഡിലാണ് മെയിനായിട്ട് ഫുഡായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ അങ്ങനെ ഫുഡായിട്ടൊന്നും ഉപയോഗിക്കണമെങ്കിൽ അധികം കണ്ടിട്ടില്ല. പിന്നെ ഇപ്പോൾ വെസ്റ്റേണേഴ്സ് അവരിപ്പോൾ വീഡിയോ ഒക്കെ ഉണ്ടാക്കി ഇടുന്നുണ്ട് ഇങ്ങനെ അതെങ്ങനെ ഫുഡായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത്. പിന്നെ പല കളറിലെല്ലാം ഉണ്ട്. ഇപ്പോൾ ലെമൺ യെല്ലോ ഉണ്ട്, ഒരു ഗോൾഡൻ യെല്ലോ ഉണ്ട്, പിന്നെ ഓറഞ്ച് ഉണ്ട്, ഓറഞ്ച് റെഡ് ഉണ്ട്. ഇങ്ങനെ പല കോമ്പിനേഷൻ അവൈലബിൾ ആണ്. അത് കൂട്ടത്തോടെ നിൽക്കണമെന്നുണ്ട് ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി മെയിനായിട്ട് പറയാനുള്ളത്. കൂടുതലറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിനെപ്പറ്റിയുള്ള ഒരു ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അത് ഞാനിനി കുറച്ച് നേരം കൂടെ കാണിച്ചേക്കാം. ഓക്കെ.